നമസ്കാരം, സ്പീഡ് ന്യൂസിലേക്ക് സ്വാഗതം. തൃശൂരിലെ ലോക്സഭാംഗത്വം റദ്ദാക്കണമെന്ന ഹർജിയിൽ സുരേഷ് ഗോപി എംപിക്ക് തിരിച്ചടി. സുരേഷ് ഗോപിക്കെതിരായ ഹർജി നിലനിൽക്കുമെന്ന് ഹൈക്കോടതി. മേൽക്കോടതിയെ സമീപിക്കുമെന്ന് സുരേഷ് ഗോപി. ചാവക്കാട് നഗരത്തിൽ വിവാദ ഫ്ലക്സ് ബോർഡ് ഉയർത്തി ബി.ജെ.പി. സ്ഥാനാർത്ഥി ബി. ഗോപാലകൃഷ്ണൻ. 1977 മുതൽ ഗുരുവായൂർ മണ്ഡലം പ്രതിനിധീകരിച്ച എം.എൽ.എമാരുടെ പേരുകൾ ഉൾപ്പെടുത്തിയ ഫ്ലക്സാണ് സ്ഥാപിച്ചത്. ലൈംഗിക അതിക്രമ കേസിൽ അറസ്റ്റിലായ സംവിധായകൻ രഞ്ജിത്തിനെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. രഞ്ജിത്തിനെ എറണാകുളം സബ് ജയിലിൽ പ്രവേശിപ്പിച്ചു. രാജ്യത്തെ സാമ്പത്തിക മേഖലയിൽ നിരവധി മാറ്റങ്ങൾ നിലവിൽ വന്നു. സ്വർണ്ണപ്പണയം, പാൻ, ഫാസ്ടാഗ്, ട്രെയിൻ ടിക്കറ്റ്, ആദായനികുതി തുടങ്ങിയവയിൽ നിർണായക മാറ്റങ്ങൾ. ചേലക്കരയിലെ ജനങ്ങൾ മാറ്റം ആഗ്രഹിക്കുന്നുവെന്ന് UDF സ്ഥാനാർത്ഥി ശിവൻ വീട്ടിക്കുന്ന്. വികസന രാഷ്ട്രീയത്തിനൊപ്പം വോട്ടർമാർ നിലയുറപ്പിക്കുമെന്ന് LDF സ്ഥാനാർത്ഥി UR പ്രദീപ്. ഇരു മുന്നണികൾക്കും എതിരായ വിധിയെഴുത്തുണ്ടാകുമെന്ന് NDA സ്ഥാനാർത്ഥി K. ബാലകൃഷ്ണൻ. രാജ്യത്ത് പ്രീമിയം പെട്രോളിനും ഡീസലിനും വില വർദ്ധിപ്പിച്ചു. ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷന്റെ പ്രീമിയം പെട്രോളിന്റെയും പ്രീമിയം ഡീസലിന്റെയും വിലയാണ് വർദ്ധിപ്പിച്ചത്. XP 100 പെട്രോളിന്റെ വില 149 രൂപയിൽ നിന്ന് 160 രൂപയാക്കി. ഡീസൽ എക്സ്ട്രാ ഗ്രീൻ വില 91.49 രൂപയിൽ നിന്ന് 92.99 രൂപയാക്കി. രാജ്യത്തെ വാണിജ്യ സിലിണ്ടറുകൾക്ക് വില കുത്തനെ വർദ്ധിപ്പിച്ചു. 195 രൂപ 50 പൈസയാണ് വർദ്ധിപ്പിച്ചത്. ഗാർഹിക സിലിണ്ടറുകളുടെ വിലയിൽ മാറ്റമില്ല. പാചകവാതക പ്രതിസന്ധിയിൽ ഹോട്ടൽ ഉടമകൾ പരസ്യ പ്രതിഷേധത്തിലേക്ക്. ഗ്യാസ് ഏജൻസികൾക്ക് മുന്നിൽ സമരം നടത്താനാണ് തീരുമാനം. സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ വർധനവ്. 1 ഗ്രാം സ്വർണത്തിന് 180 രൂപ വർദ്ധിച്ച് 13,885 രൂപയും പവന് 1,440 രൂപ വർദ്ധിച്ച് 1,11,080 രൂപയുമായി. LDF എരുമപ്പെട്ടി പഞ്ചായത്ത് കമ്മിറ്റി മങ്ങാട് സംഘടിപ്പിച്ച തെരഞ്ഞെടുപ്പ് റാലി പൊതുയോഗം CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഉദ്ഘാടനം ചെയ്തു. CPI ലോക്കൽ സെക്രട്ടറി TK മനോജ് കുമാർ അധ്യക്ഷനായി. വിദേശ സംഭാവന നിയമ ഭേദഗതിയിൽ കോൺഗ്രസിന്റെ നിലപാട് രാഷ്ട്രീയ ഇരട്ടത്താപ്പാണെന്ന് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം PK ബിജു. കോൺഗ്രസ് BJPയുടെ B ടീമായി പ്രവർത്തിക്കുകയാണെന്നും PK ബിജു. വിദേശ സംഭാവന നിയന്ത്രണ നിയമത്തിൽ ക്രിസ്തീയ സഭകൾക്ക് പേടിയില്ലെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. കൃത്യമായ കണക്ക് കൊടുത്താൽ കുഴപ്പമില്ല. ക്രിസ്തീയ സഭകളുടെ സ്ഥാപനങ്ങൾക്ക് ഇത് പ്രശ്നമാകില്ല. ബിഷപ്പുമാർക്ക് ഓഡിയോ സന്ദേശം അയച്ചുവെന്നും സുരേഷ് ഗോപി. മണ്ണമ്പേട്ടയിൽ നിയന്ത്രണം വിട്ട ഓട്ടോറിക്ഷ കലുങ്കിലും പോസ്റ്റിലും ഇടിച്ചുമറിഞ്ഞ് അച്ഛനും മകനും പരിക്കേറ്റു. വരന്തരപ്പള്ളി പള്ളിക്കുന്ന് സ്വദേശി മഞ്ഞളി വീട്ടിൽ ജോസഫ്, മകൻ ജോൺ എന്നിവർക്കാണ് പരിക്കേറ്റത്. NDA സ്ഥാനാർത്ഥി K. ബാലകൃഷ്ണൻ മുള്ളൂർക്കര പഞ്ചായത്തിൽ പര്യടനം നടത്തി. BJP നേതാക്കളായ MA രാജു, വിജീഷ് അള്ളന്നൂർ തുടങ്ങിയവർ പങ്കെടുത്തു. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി ഗുരുവായൂർ നിയോജക മണ്ഡലത്തിലെ പോളിംഗ് ഉദ്യോഗസ്ഥർക്കുള്ള 2ാം ഘട്ട പരിശീലനം MR രാമൻ മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ആരംഭിച്ചു. 716 പേർക്കാണ് 2ാം ഘട്ടത്തിൽ പരിശീലനം നൽകുന്നത്. നാട്ടികയിലെ LDF സ്ഥാനാർത്ഥി ഗീതാ ഗോപിയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം തൃപ്രയാറിൽ വനിതാ മുന്നേറ്റ റാലി സംഘടിപ്പിച്ചു. സമാപന യോഗം കേരള മഹിളാ സംഘം ജില്ലാ സെക്രട്ടറി KS ജയ ഉദ്ഘാടനം ചെയ്തു. കയ്പമംഗലം മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥി KK വത്സരാജിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമായി DYFI എടവലങ്ങ് മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രഭാത സവാരി സംഘടിപ്പിച്ചു. LDF ജില്ലാ കൺവീനർ PK ചന്ദ്രശേഖരൻ ഉദ്ഘാടനം ചെയ്തു. തൃശൂരിലെ കലാസാംസ്കാരിക വേദിയായ ഗീതം സംഗീതത്തിന്റെ 2ാമത് ദേശീയ പുരസ്കാരം ഗായിക KS ചിത്രയ്ക്ക് സമ്മാനിക്കും. ശനിയാഴ്ച വൈകിട്ട് 4:30 പുഴയ്ക്കൽ വെഡ്ഡിംഗ് വില്ലേജിൽ നടക്കുന്ന ആദരസന്ധിയിൽ പുരസ്കാരം സമ്മാനിക്കും. തൃശൂർ പഴയ നടക്കാവ് പാണ്ഡ്യ സമൂഹ മഠം ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ പൈങ്കുനി ഉത്രം പ്രമാണിച്ച് സമൂഹാചാര്യൻ തൃക്കൂർ സുരേഷ് വാദ്യാരുടെ നേതൃത്വത്തിൽ ലക്ഷാർച്ചന നടന്നു. സമൂഹം പ്രസിഡന്റ് പ്രൊഫസർ ദേവനാരായണൻ, സെക്രട്ടറി S. ശിവരാമകൃഷ്ണൻ, കൺവീനർ S. രാജേഷ് എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. പെരിഞ്ഞനം അയ്യപ്പൻ മെമ്മോറിയൽ സ്കൂളിന്റെ 98ാമത് വാർഷികാഘോഷം സംഘടിപ്പിച്ചു. സംഗീത സംവിധായകൻ ഷൈജു അവറാൻ ഉദ്ഘാടനം ചെയ്തു. കൊടകര സഹൃദയ എഞ്ചിനീയറിംഗ് കോളേജിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന ദ്വിദിന അന്താരാഷ്ട്ര കോൺഫറൻസ് ഈ മാസം 9, 10 തീയതികളിൽ നടക്കും. കോളേജിൽ നടക്കുന്ന ചടങ്ങിൽ കോൺഫറൻസ് ഡോക്ടർ മുരളീകൃഷ്ണ അയ്യങ്കി ഉദ്ഘാടനം ചെയ്യും. പഴയന്നൂർ പഴമ്പാലക്കോട് കൂട്ടുപാതയ്ക്ക് സമീപം നിയന്ത്രണം വിട്ട വാൻ മരത്തിലടിച്ച് അപകടം. പുലർച്ചെ കാവശ്ശേരി പൂരം കഴിഞ്ഞ് മടങ്ങുകയായിരുന്ന വാഹനമാണ് അപകടത്തിൽപ്പെട്ടത്. ആരുടെയും പരിക്ക് ഗുരുതരമല്ല.
എടത്തുരുത്തി സൗത്ത് SNV LP സ്കൂളിൽ 100ാം വാർഷികാഘോഷം സംഘടിപ്പിച്ചു. സിനിമാ താരം ബിബിൻ ജോർജ് ഉദ്ഘാടനം ചെയ്തു. തൃശൂർ സെന്റ് തോമസ് കോളേജിലെ അർഹരായ വിദ്യാർത്ഥികൾക്ക് പൂർവ്വ വിദ്യാർത്ഥി സംഘടനയായ സ്റ്റാർസ് സ്കോളർഷിപ്പ് നൽകും. സംഘടനാ പ്രസിഡന്റ് CA ഫ്രാൻസിസ്, സെക്രട്ടറി ജെയിംസ് മുട്ടിക്കൽ, ട്രഷറർ അജി CV എന്നിവർ ചേർന്ന് പ്രിൻസിപ്പൽ ഫാദർ ഡോക്ടർ മാർട്ടിൻ കൊളമ്പ്രത്തിന് ചെക്ക് കൈമാറി. LDF മണലൂർ നിയോജകമണ്ഡലം സ്ഥാനാർത്ഥി C രവീന്ദ്രനാഥിനെ സ്വീകരിച്ച് വിദേശ യുവതി. ഫിലിപ്പീൻ സ്വദേശി 38-കാരിയായ യോളണ്ടയാണ് തൃത്തല്ലൂർ കൊറ്റായി ക്ഷേത്ര പരിസരത്ത് നൽകിയ സ്വീകരണ യോഗത്തിൽ C രവീന്ദ്രനാഥിനെ സ്വീകരിച്ചത്. കോർപ്പറേഷൻ മുൻ മേയർ MK വർഗീസ് വീണ്ടും കോൺഗ്രസിൽ ചേർന്നു. തൃശൂർ മണ്ഡലം UDF സ്ഥാനാർത്ഥി രാജൻ പല്ലന് വേണ്ടി പ്രവർത്തിക്കുമെന്ന് MK വർഗീസ്. മുൻ മേയർ MK വർഗീസിനെ UDF സ്ഥാനാർത്ഥി രാജൻ പല്ലൻ വീട്ടിലെത്തി കണ്ടു. രാജൻ പല്ലനെ MK വർഗീസ് ത്രിവർണ്ണ ഷാളണിയിച്ച് സ്വീകരിച്ചു. കാത്തിരിപ്പിനും കഠിന പരിശ്രമങ്ങൾക്കുമൊടുവിൽ പുത്തൂർ സുവോളജിക്കൽ പാർക്കിലേക്ക് ഹിപ്പോകളെത്തി. രശ്മി, പോപ്പി എന്നീ ഹിപ്പോകളെയാണ് സുവോളജിക്കൽ പാർക്കിലെത്തിച്ചത്. വേലൂർ മണിമലർക്കാവ് ദേവീക്ഷേത്രത്തിലെ പൊങ്കാല മഹോത്സവം ഭക്തിസാന്ദ്രം. ക്ഷേത്രം തന്ത്രി കീഴ്മുണ്ടയൂർ നീലകണ്ഠൻ നമ്പൂതിരി പൊങ്കാല സമർപ്പണം നടത്തി. ഇതോടെ സ്പീഡ് ന്യൂസ് സമാപിക്കുന്നു. നമസ്കാരം.